1853 ഇറ്റലിയിലെ മിലാനിൽ ജനിച്ച വിശുദ്ധ ഫ്രാൻസിസ്കോ സ്പെനേലി തന്റെ ജീവിതം മുഴുവൻ ദിവ്യകാരുണ്യ ആരാധനയ്ക്കും പാവപ്പെട്ടവരുടെ സേവനത്തിനുമായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു. 1875 റോമിലെ സാന്താ മരിയ മാഗിയോറ ബസിലിക്കയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന സന്യാസിനികളുടെ ഒരു സ്വർഗീയ ദർശനം ലഭിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർണായകമായത്. ഈ ആത്മീയ പ്രചോദനത്താൽ അദ്ദേഹം സിസ്റ്റേഴ്സ് അഡോർസ് ഫോർ ദ ബ്ലെസ്ഡ് സാക്രമെന്റ് എന്ന സന്യാസിനി സഭയ്ക്ക് രൂപം നൽകി. അൾത്താരയിലെ ക്രിസ്തുവിനെ ആരാധിക്കുന്നതും സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരിൽ ക്രിസ്തുവിനെ ദർശിക്കുന്നതും വേർപിരിക്കാനാവാത്ത രണ്ട് കാര്യങ്ങളാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്വന്തം ജീവിതത്തിൽ കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികളും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്ന തെറ്റിദ്ധാരണകളും സ്പെനേലിയെ തളർത്തിയില്ല. പകരം ദൈവപരിപാലനയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ 1913 ഫെബ്രുവരി 6 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടും വരെ അദ്ദേഹം തന്റെ കരുണാർദ്രമായ സേവനം തുടർന്നു. വിശുദ്ധ പദവിയിലേക്കുള്ള സ്പെനേലിയുടെ നാമകരണ നടപടികളിൽ വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ച അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ ശക്തിയുടെ തെളിവുകളായി മാറി. അതിലൊന്നാണ് ആഫ്രിക്കയിലെ കോങ്കോയിൽ നടന്ന അത്ഭുതം. 2007 ഏപ്രിൽ 25 കിൻഷാസായിലെ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയുണ്ടായ ഒരു അപകടത്തിലാണ് മരണമുഖത്തെത്തിയത്. വഴിയിൽ തെന്നി വീണ അമ്മ കുഞ്ഞിനെ സംരക്ഷിക്കാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ കുഞ്ഞിന് അതിശക്തമായ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ രക്തക്കുഴലുകൾ വല്ലാതെ മെലിഞ്ഞു പോയതിനാൽ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ രക്തം നൽകാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. സാങ്കേതിക സൗകര്യങ്ങളുടെ കുറവും കുഞ്ഞിന്റെ അതീവ ഗുരുതരാവസ്ഥയും കണക്കിലെടുത്ത് 45 മിനിറ്റോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഡോക്ടർമാർ മരണം ഉറപ്പിച്ചു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആശുപത്രിയുടെ ചുമതലയുണ്ടായിരുന്ന സിസ്റ്റർ അഡേലിന്റെയും സുപ്പീരിയർ സിസ്റ്റർ അന്റോണിയേറ്റയുടെയും നേതൃത്വത്തിൽ സന്യാസിനികൾ വിശുദ്ധ ഫ്രാൻസിസ്കോ സ്പെനേലിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. വിശുദ്ധ ഫ്രാൻസിസ്കോ സ്പെനേലിയുടെ ചിത്രം കുഞ്ഞിന്റെ തുണിയുടെ അടിയിൽ വെച്ച് അവർ നൊവേന പ്രാർത്ഥന നടത്തി. തുടർന്ന് ഡോക്ടർമാർ അവസാനമായി നടത്തിയ പരിശോധനയിൽ വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത വിധം ഒരു മുതിർന്ന വ്യക്തിയുടേതിന് തുല്യമായ വലിയൊരു വെയിൻ കുഞ്ഞിന്റെ ശരീരത്തിൽ തെളിഞ്ഞു വന്നു. 3-4 തുള്ളി രക്തം ഉള്ളിലെത്തിയപ്പോഴേക്കും കുഞ്ഞെ കരയാനും കൈകാലുകൾ ഇളക്കാനും തുടങ്ങുകയും മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഈ അത്ഭുതത്തിന് നന്ദിയായി മാതാപിതാക്കൾ കുഞ്ഞിന് ഫ്രാൻസിസ്കോ മരിയ സ്പിനേലി ഡയസ് എന്ന് പേരിട്ടു. യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ വളർന്ന ഈ കുഞ്ഞ് സ്പെനേലിയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലുള്ള സഭയുടെ ഔദ്യോഗിക തെളിവായി മാറി. 2018 ഒക്ടോബർ 14 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്.